ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള നവോത്ഥാനമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരം വീട്ടിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബാല്യകാല നാമം നാണു എന്നായിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹ ഏതാണ്? പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വ മലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15-നാണ്. ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിച്ചത് 1903 മെയ് 15-നാണ്. SNDPയുടെ ആജീവാനന്ദ അധ്യക്ഷൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആജീവാനന്ദ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. SNDPയുടെ ആദ്യ മുഖപത്രം ഏതായിരുന്നു? വിവേകോദയം. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയമായിരുന്നു. എന്നാൽ SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥമാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിവേകോദയം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു? കുമാരനാശാൻ. വിവേകോദയം എന്ന പ്രസിദ്ധീകരണം സ്ഥാപിച്ചത് കുമാരനാശാനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ്. SNDP യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന വാവൂട്ട് യോഗമാണ്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം ഏതാണ്? 1882. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളുമായി കണ്ടുമുട്ടിയ വർഷം 1882-ആണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913-ആണ്. ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? പെരിയാർ. പെരിയാറിൻ്റെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? 1924. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924-ലാണ്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതായിരുന്നു. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നതാണ്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമൂരത്ത് വാര്യറുമാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധിയായതെന്നാണ്? 1928 ശിവഗിരി മഠത്തിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധിയായത് 1928 ജനുവരി വർക്കലയിലെ ശിവഗിരിയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധിയായ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള നിറമാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധിയായ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. എന്നാൽ ശിവഗിരി തീർത്ഥാടകർക്കായി ശ്രീനാരായണ ഗുരു നിർദ്ദേശിച്ച വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞയാണ്. ശ്രീനാരായണ ഗുരു മഹാസമാധിയായ സമയത്ത് ഗുരുദേവൻ്റെ പ്രായം 72 വയസ്സായിരുന്നു. ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ
കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത് കുമരകമാണ്. കോട്ടയം ജില്ലയിലെ കുമരകത്താണ് ശ്രീനാരായണ ജയന്തി വള്ളംകളി നടക്കുന്നത്. യുഗപുരുഷൻ എന്ന മലയാള ചിത്രം ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ. സംവിധാനം ചെയ്തത് ആർ സുകുമാർ ആണ്. യുഗപുരുഷൻ എന്ന മലയാള ചലച്ചിത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയെ പ്രതിപാദിക്കുന്നതാണ്. സംവിധാനം ചെയ്തത് ആർ സുകുമാറാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ, അതായത് ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 ആണ്. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ്? കളവങ്കോടം, ഉല്ലല. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ 2 ക്ഷേത്രങ്ങൾ കളവങ്കോടവും ഉല്ലലയുമാണ്. ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? വിളക്കമ്പലം. തൃശ്ശൂർ ജില്ലയിലെ കാരമുക്കുള്ള വിളക്കമ്പലം ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ വചനമായ ജാതിഭേദം മതദ്വേഷമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി ഏതാണ്? തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനമുള്ളത് ഏത് കൃതിയിലാണ്? ജാതിമീമാംസ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതിമീമാംസ എന്ന കൃതിയിലുള്ള ഒരു വചനമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദൈവദശകം, ശിവശതകം, ആത്മോപദേശ ശതകം, നവമഞ്ജരി, അനുകമ്പാദശകം, വിനായകാഷ്ടകം എന്നിവയൊക്കെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ് ദൈവദശകം, ശിവശതകം, ആത്മോപദേശ ശതകം, നവമഞ്ജരി, അനുകമ്പാദശകം, വിനായകാഷ്ടകം എന്നിവയൊക്കെ. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 കൊല്ലൂർ കണ്ണൻമൂല, തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ് 1853 ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുമായിരുന്നു. ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നുമായിരുന്നു. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ, സർവവിദ്യാധിരാജ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കാഷായം ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ്? വടിവീശ്വരം. ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ച ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ്? ബോധേശ്വരൻ. ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ച ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്? ചട്ടമ്പി സ്വാമികളെ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് അഭിപ്രായപ്പെട്ടത്.
ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മന. ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനം. ചട്ടമ്പിസ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കാനാണ് കേരള സർക്കാർ തീരുമാനിച്ചത്. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താമണി, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം എന്നിവയൊക്കെ. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, അദ്വൈത ചിന്താമണി, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, ക്രിസ്തുമത നിരൂപണം എന്നിവയൊക്കെയാണ്. തൈക്കാട് അയ്യ ജനിച്ചത് 1814 തമിഴ്നാട്ടിലെ നകുലപുരത്താണ്. തൈക്കാട് അയ്യ ജനിച്ചത് 1814 തമിഴ്നാട്ടിലെ നകുലപുരത്താണ്. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട, ഗുരുവിൻ്റെ ഗുരു, സദാനന്ദ സ്വാമി, സൂപ്രണ്ടയ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട, ഗുരുവിൻ്റെ ഗുരു, സദാനന്ദ സ്വാമി, സൂപ്രണ്ടയ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? തൈക്കാട് അയ്യ. പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാരായിരുന്ന നവോത്ഥാന നായകന്മാർ ആരെല്ലാമാണ്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി. തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാരായിരുന്ന നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി എന്നിവരായിരുന്നു. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാൾ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന മുദ്രാവാക്യം ആരുടേതാണ്? തൈക്കാട് അയ്യ. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന മുദ്രാവാക്യം തൈക്കാട് അയ്യയുടേതാണ്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 നാഗർകോവിലിലെ സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 നാഗർകോവിലിലെ സ്വാമിത്തോപ്പിലാണ്. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. പിന്നീട് അത് മുത്തുക്കുട്ടി എന്ന് ആക്കി മാറ്റിയായിരുന്നു. വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം ചോദിച്ചാൽ മുടിചൂടും പെരുമാളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയതാരാണ്? വൈകുണ്ഠസ്വാമികൾ. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. 1859 ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ ലഹളയും മേൽമുണ്ട് സമരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകുകയും അതുപോലെ 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് 1859 ചാന്നാർ ലഹള നടക്കുമ്പോൾ വൈകുണ്ഠസ്വാമികൾ ജീവിച്ചിരിപ്പില്ല. എന്നാൽ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതം ഏതാണ്? അയ്യാവഴി. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതം അയ്യാവഴിയാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും
തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചനെന്നും തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ എന്നിവയാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 18 തിരുവനന്തപുരത്തെ വെങ്ങാനൂരാണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 18 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി അറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യ പണിമുടക്ക് സമരം നയിച്ച ആരാണ്? അയ്യങ്കാളി. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച എവിടെയാണ്? വെങ്ങാനൂർ. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് വെങ്ങാനൂരാണ്. പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി 1893 നടത്തിയ സമരമാണ് പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. തിരുവനന്തപുരത്താണ് ഇത് നടന്നത്. തിരുവനന്തപുരത്ത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി സമരം നടന്നത്. വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893 ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വിഭാഗത്തിൽപ്പെട്ടയാൾ ആരാണ്? അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തി അയ്യങ്കാളിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1911 ഡിസംബർ 5. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് വെങ്ങാനൂരാണ്. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. 1912 നെടുമങ്ങാട് ചന്ത കലാപത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഈ പത്രത്തിൻ്റെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോത്തി കറുപ്പനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 90-ാം ആണ്ട് ലഹള നടന്ന വർഷം ഏതാണ്? 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 90-ാം ആണ്ട് ലഹള നടന്ന വർഷം 1915. പുലയ ലഹള, ഊരുട്ടമ്പലം ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. പുലയ ലഹള, ഊരുട്ടമ്പലം ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നത് 1915 കൊല്ലം ജില്ലയിലെ പെരിനാടാണ്. ഈ ലഹള പെരിനാട്ട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നത് 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്താണ്. ഈ ലഹള തന്നെയാണ് പെരിനാട്ട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നത്. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്ത ആരാണ്? ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടമാണ്.
തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരുള്ള ചിത്രകൂടമാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010 അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ ഏതാണ്? VJT ഹാൾ. 2019 കേരള സർക്കാർ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്ത തിരുവനന്തപുരത്തെ ഹാൾ VJT ഹാളാണ്. അയ്യങ്കാളി ചെയർ ആരംഭിച്ച സർവകലാശാല ഏതാണ്? കേന്ദ്ര സർവകലാശാല കാസർഗോഡ്. അയ്യങ്കാളി ചെയർ ആരംഭിച്ചത് കാസർഗോഡുള്ള കേന്ദ്ര സർവകലാശാലയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2002 ഓഗസ്റ്റ് 12. ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ അനുസ്മരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2002 ഓഗസ്റ്റ് 12 കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവൻ. കേരള പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവനാണ്. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ്. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ്. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം എന്തായിരുന്നു? കുഞ്ഞിക്കണ്ണൻ. യഥാർത്ഥ നാമം VK ഗുരുക്കൾ എന്നുമായിരുന്നു. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നും യഥാർത്ഥ നാമം VK ഗുരുക്കൾ എന്നുമായിരുന്നു. മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ്? വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെട്ടത് വാഗ്ഭടാനന്ദനാണ്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മിത്രം എന്ന് അറിയപ്പെട്ട നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. കാവ്യം ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദൻ. കാവ്യം ഉപേക്ഷിച്ച് ഖദർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917 ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? അഭിനവ കേരളം. 1921 പ്രസിദ്ധീകരണം ആരംഭിച്ച അഭിനവ കേരളമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം. 1939 യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1939 വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികയാണ് യജമാനൻ. ഊരാളുങ്കൽ കൂലി വേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ച ആരാണ്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ കൂലി വേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഈ സംഘടനയാണ് പിന്നീട് ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറിയത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് ഏതാണ്? UL സൈബർ പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോടാണ്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സൈബർ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ നെല്ലിക്കോട് സ്ഥിതി ചെയ്യുന്ന UL സൈബർ പാർക്കാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്. ജനിച്ച വർഷം 1852 ഓഗസ്റ്റ് 26. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു. യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുമായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടിയെന്നും യഥാർത്ഥ നാമം കാരാട്ട് ഗോവിന്ദമേനോൻ എന്നുമായിരുന്നു. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച
സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഹം എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി, പുരുഷസിംഹം എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് 1918 ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് 1918 ബ്രഹ്മാനന്ദ ശിവയോഗി 1893 ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂരാണ്. 1893 ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആലത്തൂരാണ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ജ്ഞാനകുമ്മി, സിദ്ധാനുഭൂതി, ആനന്ദ ദർശനം, ആനന്ദകുമ്മി, ആനന്ദവിമാനം, മോക്ഷപ്രദീപം എന്നിവയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രധാന കൃതികൾ ജ്ഞാനകുമ്മി, സിദ്ധാനുഭൂതി, ആനന്ദ ദർശനം, ആനന്ദകുമ്മി, ആനന്ദവിമാനം, മോക്ഷപ്രദീപം എന്നിവയാണ്. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21 എറണാകുളത്തെ ചേറായി എന്ന സ്ഥലത്താണ്. സഹോദരൻ അയ്യപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 21 എറണാകുളത്തെ ചേറായിലാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവാരാണ്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിൻ്റെ പിതാവ് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ 1938 സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917 സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം സ്ഥാപിച്ച വർഷം 1917 സഹോദര സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? സഹോദരൻ. സഹോദര സംഘത്തിൻ്റെ മുഖപത്രം സഹോദരനാണ്. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തിൻ്റെ മാതൃകയിൽ സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ ചെറായിയിൽ മിശ്രഭോജനം നടത്തിയെന്നാണ്? 1917 മെയ് 29. സഹോദരൻ അയ്യപ്പൻ ചേറായിൽ മിശ്രഭോജനം നടത്തിയത് 1917 മെയ് 29. വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയത് സഹോദരൻ അയ്യപ്പനാണ്. മാവേലി നാടു വാണിടും കാലം എന്ന കവിതയുടെ രചയിതാവാരാണ്? സഹോദരൻ അയ്യപ്പൻ. മാവേലി നാടു വാണിടും കാലം എന്ന കവിതയുടെ രചയിതാവ് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ചേറായിലാണ്. സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ചേറായിലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ച എവിടെയാണ്? 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരി. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ഫെബ്രുവരി 10 ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ്. കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്.
കാലത്തിന് മുമ്പേ നടന്ന നവോത്ഥാന നായകൻ, അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്ന ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ CMI സഭ സ്ഥാപിച്ച വർഷം 1831 മെയ് 11 കോട്ടയത്തെ മാന്നാനത്താണ് CMI സഭ സ്ഥാപിക്കുന്നത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ കോട്ടയത്തെ മാന്നാനത്ത് CMI സഭ സ്ഥാപിച്ചത് 1831 മെയ് 11 വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ് ഏതാണ്? സെൻറ്റ് ജോസഫ് പ്രസ്. ഈ നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ച പ്രസ് സെൻറ്റ് ജോസഫ് പ്രസ്സാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ മാന്നാനത്ത് സ്ഥാപിച്ച പ്രസ്സാണ് സെൻറ്റ് ജോസഫ് പ്രസ്. നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് ഈ സെൻറ്റ് ജോസഫ് പ്രസ്സിലാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2014 നവംബർ 23. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം 2014 നവംബർ 23. ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് 1986 കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കൂനമ്മാവ് മഠം, നളാഗമം, ആത്മാനുതാപം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, ധ്യാനസല്ലാപങ്ങൾ എന്നിവയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രധാന കൃതികളാണ് കൂനമ്മാവ് മഠം, നളാഗമം, ആത്മാനുതാപം, സീറോ മലബാർ സഭയുടെ കലണ്ടർ, ധ്യാനസല്ലാപങ്ങൾ എന്നിവ. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17 ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. ഇരവിപേരൂർ എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്താണ് ഇരവിപേരൂർ. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 19 പത്തനംതിട്ടയിലെ ഇരവിപേരൂറാണ്. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ട മറ്റു പേരുകൾ എന്തൊക്കെയാണ്? കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ യോഹന്നാൻ അറിയപ്പെട്ട മറ്റു പേരുകൾ കുമാരഗുരുദേവൻ എന്നും പൊയ്കയിൽ അപ്പച്ചൻ എന്നുമാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാനാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാനാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്ന് പറഞ്ഞത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ്റെ നേതൃത്വത്തിൽ നടന്ന അടിലഹളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം, മുണ്ടക്കയം ലഹള. പൊയ്കയിൽ യോഹന്നാൻ്റെ നേതൃത്വത്തിൽ നടന്ന അടിലഹളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളാണ് വാകത്താനം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള, വെള്ളിനടി സമരം, മുണ്ടക്കയം ലഹള എന്നിവ. 1909 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവിപേരൂറാണ്. 1909 പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവിപേരൂറാണ്. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി 1906 പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം ഏതാണ്? വാകത്താനം. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി 1906 പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ വാകത്താനമാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരക്കുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 ജനുവരി 19 അഞ്ചുതെങ്ങിൽ നിന്നും സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി.
എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടവും എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക എന്നിവ. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം. ഇത്രയും സംഘടനകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ചതാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകരയിലെ കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മസ്ഥലം നെയ്യാറ്റിൻകരയിലാണ്. ജന്മഗൃഹമാണ് കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26-നാണ്. തിരുനെൽവേലിയിലേക്കാണ് 1910 സെപ്റ്റംബർ 26-ന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തിയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ നാട് കടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാട് കടത്തൽ. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ കൃതി ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചതാരാണ്? ബി കല്യാണിയമ്മ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയായ ബി കല്യാണിയമ്മയാണ് വ്യാഴവട്ട സ്മരണകൾ എന്ന കൃതി രചിച്ചത്. സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പയ്യാമ്പലം. സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലത്താണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പാളയത്താണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് പാളയത്ത്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ച ആരാണ്? ഡോക്ടർ പൽപ്പു. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ഈഴവ സഭ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. തിരുവിതാംകൂർ ഈഴവ സഭ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ എന്നിവ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ആണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത ആരാണ്? ഡോക്ടർ പൽപ്പു. നാരായണ ഗുരുകുലം സ്ഥാപിച്ച ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ ആരാണ്? നടരാജഗുരു. നാരായണ ഗുരുകുലം സ്ഥാപിച്ച ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ നടരാജഗുരുവാണ്. നവോത്ഥാന ചരിത്രത്തിലെ മേഘ ജ്യോതിസ് എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? ദേശാഭിമാനി ടി കെ മാധവൻ. നവോത്ഥാന ചരിത്രത്തിലെ മേഘ ജ്യോതിസ് എന്നറിയപ്പെട്ടിരുന്നത് ദേശാഭിമാനി ടി കെ മാധവനാണ്. കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവ് ആരായിരുന്നു? ദേശാഭിമാനി ടി കെ മാധവൻ. കേരളത്തിലെ ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ അനിശ്ചേദ്യ നേതാവായിരുന്നു ദേശാഭിമാനി ടി കെ മാധവൻ. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? ടി കെ മാധവൻ. 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ടി കെ മാധവൻ. 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ടി കെ മാധവനാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ, ഭാരതകേസരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ, ഭാരതകേസരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്.
മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS എന്ന സംഘടന രൂപം കൊണ്ടതെന്നാണ്. 1914 ഒക്ടോബർ 31 മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. NSS എന്നത് അതിൻ്റെ ഷോർട്ട് ഫോമാണ്. 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത്. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടന ഏതാണ്? NSS അഥവാ നായർ സർവീസ് സൊസൈറ്റി. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് NSS. NSSൻ്റെ ആസ്ഥാനം പെരുന്നയാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്താണ് NSSൻ്റെ ആസ്ഥാനം. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് K കേളപ്പനായിരുന്നു. ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ K കേളപ്പനും ആദ്യ സെക്രട്ടറി അല്ലെങ്കിൽ സ്ഥാപക സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല പേരെന്തായിരുന്നു? നായർ ഭൃത്യജന സംഘം. NSSൻ്റെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? സർവീസ്. NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചവരാണ്? പന്തളം KP രാമൻപിള്ള. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചവരാണ്? അതും മന്നത്ത് പത്മനാഭനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. 1947 മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. 1947 മുതുകുളം പ്രസംഗം നടത്തിയതാരാണ്? മന്നത്ത് പത്മനാഭൻ. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. 1959 EMS മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ്? K കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? K കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. കേരളത്തിൽ K കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? K കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K കേളപ്പനായിരുന്നു. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്ന എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്ത്. കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ആൻഡ് റിസർച്ച് സെൻറ്റർ നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പാക്കനാർപുരത്താണ്. 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K കേളപ്പൻ പ്രതിനിധീകരിച്ച മണ്ഡലം ഏതാണ്? പൊന്നാനി. 1952 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ K കേളപ്പൻ പ്രതിനിധീകരിച്ച മണ്ഡലം പൊന്നാനി മണ്ഡലമാണ്. ആദ്യത്തെ കേരള ഗാന്ധി പുരസ്കാര ജേതാവാരാണ്? K സുഗതകുമാരി. ആദ്യത്തെ കേരള ഗാന്ധി പുരസ്കാര ജേതാവ് K സുഗതകുമാരിയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെട്ടത് K കേളപ്പനാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? IK കുമാരൻ മാസ്റ്ററാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെട്ടത് IK കുമാരൻ മാസ്റ്ററാണ്. പൊന്നാനി ഗാന്ധി എന്നറിയപ്പെട്ടത് KV രാമൻ മേനോനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ട ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരള ലിങ്കൺ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള നെഹ്റു കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായരാണ്. കേരള നെഹ്റു ആരാണ്? കോട്ടൂർ കുഞ്ഞികൃഷ്ണൻ നായർ. കേരള മാക്സ് എന്നറിയപ്പെട്ടത് K ദാമോദരനാണ്. കേരള ചെഗുവേര എന്നറിയപ്പെട്ടത് അരിക്കാട് വർഗീസാണ്. നക്സൽ വർഗീസ് എന്നും അരിക്കാട് വർഗീസ് അറിയപ്പെട്ടിരുന്നു.
കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് ആരാണ്? MR ഭട്ടതിരിപ്പാട്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് MR ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന നാടകം രചിച്ച ആരാണ്? MB ഭട്ടതിരിപ്പാടാണ്. ഋതുമതി എന്ന നാടകം രചിച്ചത് MB ഭട്ടതിരിപ്പാടാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ്? നമ്പൂതിരി സമുദായം അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായം. VT ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായമാണ്. 1908 രൂപം കൊണ്ട യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ആരായിരുന്നു? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ സംഘടനയാണ്. അപ്പോൾ 1908 രൂപം കൊണ്ട യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതായിരുന്നു? മംഗളോദയം. യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 പ്രധാന മാസികകൾ ഏതൊക്കെയാണ്? ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. യോഗക്ഷേമ സഭ പുറത്തിറക്കിയ 2 പ്രധാന മാസികകൾ ഏതൊക്കെയാണ്? ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ്. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907. പണ്ഡിറ്റ് കറുപ്പൻ അരേ സമാജം സ്ഥാപിച്ച വർഷം 1907 ആണ്. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് ആരാണ്? കൊച്ചി രാജാവ്. പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി രാജാവാണ്. പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച വർഷം ഏതാണ്? 1922. പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് 1922 പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം ഏതാണ്? എറണാകുളം ജില്ലയിലെ ചേറായി. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ചേറായിയാണ്. 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? MK കുഞ്ഞോൽ. 2022 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായത് MK കുഞ്ഞോളാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ഏതാണ്? ലങ്കാമർദ്ദനം. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനമാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കവിത സ്തോത്ര മന്ദാരമാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ്? ജാതിക്കുമ്മി. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ജാതിക്കുമ്മി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, കാളിയമർദ്ദനം, സ്തോത്ര മന്ദാരം. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി, ശാകുന്തളം വഞ്ചിപ്പാട്ട്,
കാളിയമർദ്ദനം, സ്തോത്രമന്ദാരം എന്നിവ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? സമാധി സപ്താഹം. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. അരയൻ എന്ന മാസിക സ്ഥാപിച്ച ആരാണ്? ഡോക്ടർ വേലിക്കുട്ടി അരയൻ. അരയൻ എന്ന മാസിക ആരംഭിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ്. ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്ന കൃതി രചിച്ച ആരാണ്? ഡോക്ടർ വേലിക്കുട്ടി അരയൻ. ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്ന കൃതി രചിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ്? കുമാരനാശാൻ. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ച ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ച ആരാണ്? ഡോക്ടർ ലീലാവതി. കുമാരനാശാനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ വിളിച്ച ആരാണ്? തായാട്ട് ശങ്കരൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവി ആരാണ്? കുമാരനാശാൻ. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവി കുമാരനാശാനാണ്. കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് ആരാണ്? വെയിൽസ് രാജകുമാരനാണ്. കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ്. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി ആരാണ്? കുമാരനാശാൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാനാണ്. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏതാണ്? പ്രരോദനം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ്? ദിവ്യകോകിലം. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യകോകിലം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവിയാരാണ്? കുമാരനാശാൻ. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവി കുമാരനാശാനാണ്. 1924 പല്ലനയാറിലെ റെഡീമർ ബോട്ട് അപകടത്തിൽ അന്തരിച്ച മലയാള കവി കുമാരനാശാനാണ്. കുമാരനാശാൻ മരിച്ച പല്ലനയിലെ ശവകുടീരം അറിയപ്പെടുന്നത് കുമാരകോടി എന്ന പേരിലാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ്. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവ്. കുമാരനാശാൻ്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം. കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലം ഏതാണ്? പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് വെച്ചാണ് കുമാരനാശാൻ വീണപൂവ് എന്ന കൃതി എഴുതിയത്. പാലക്കാട് ജില്ലയിലെ ജൈനിമേട്. വീണപൂവ് എന്ന കൃതി ആദ്യമായി അച്ചടിച്ചു വന്ന മാസിക ഏതാണ്? മിതവാദി. വീണപൂവ് എന്ന കൃതി ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദിയാണ്. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ്? ദുരവസ്ഥ. മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ. കുമാരനാശാൻ്റെ അവസാനത്തെ കൃതി കൂടിയാണ് കരുണ. വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യം ഏതാണ്? കരുണ. മാംസനിബന്ധമല്ല രാഗം എന്ന സന്ദേശം നൽകുന്ന ആശാന്റെ കൃതി ലീലയാണ്. മാംസനിബന്ധമല്ല രാഗം എന്ന സന്ദേശം നൽകുന്ന ആശാന്റെ കൃതി ലീലയാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രധാന സഭകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് ഇനി നോക്കാൻ പോകുന്നത്. കല്യാണദായിനി സഭയുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ് ആസ്ഥാനം. സുധർമ്മ സൂര്യോദയ സഭ തേവരയിലാണ് ആസ്ഥാനം. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലാണ് ആസ്ഥാനം. അരയ വംശോധരണി സഭ ഏങ്ങണ്ടിയൂരിലാണ് ആസ്ഥാനം. സന്മാർഗ പ്രദീപ സഭ കുമ്പളമാണ്. അതുപോലെ പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ്
ഈ കല്യാണദായിനി സഭ 1912 കല്യാണദായിനി സഭ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സഭകളൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? AK ഗോപാലൻ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പാവങ്ങളുടെ പടത്തലവൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് AK ഗോപാലനാണ്. AKG എന്ന പേരിൽ അറിയപ്പെടുന്നത് AK ഗോപാലൻ തന്നെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയതാരാണ്? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ക്ഷേത്ര സത്യാഗ്രഹ യാത്ര നടത്തിയത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലനായിരുന്നു. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AKG ആണ്, AK ഗോപാലനാണ്. 1958 മാർച്ച് 8 തൃശ്ശൂരിൽ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചത് AK ഗോപാലനാണ്. ഇപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകനാരാണ്? AK ഗോപാലൻ. AKG ദിനമായി ആചരിക്കുന്നത് മാർച്ച് 22 AKG ദിനം എന്നാണ് മാർച്ച് 22. AKGയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് AKG അതിജീവനത്തിൻ്റെ കനൽ വഴികൾ. ഈ സിനിമ സംവിധാനം ചെയ്തത് ഷാജി N കരുണാണ്. AK ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഷാജി N കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് AKG അതിജീവനത്തിൻ്റെ കനൽ വഴികൾ. AKG സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ഏതാണ്? പെരളശ്ശേരി. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിലാണ് AKG സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. AKGയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിതകഥ. AKGയുടെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതകഥ എന്നാണ്. AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. AKG ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. AKG മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ താലൂക്കരയിലുമാണ്. AKG സെൻറ്റർ തിരുവനന്തപുരത്താണ്. AKG ഭവൻ ന്യൂഡൽഹിയിലാണ്. AKG മെമ്മോറിയൽ മലപ്പുറം ജില്ലയിലെ താലൂക്കരയിലുമാണ്. AKGയുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലമാണ്. AKGയുടെ അന്ത്യവിശ്രമ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലമാണ്. പെരിയോർ, വൈക്കം ഹീറോ എന്നിങ്ങനെ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. പെരിയോർ, വൈക്കം ഹീറോ എന്നിങ്ങനെ അറിയപ്പെടുന്ന നേതാവ് EV രാമസ്വാമി നായ്ക്കറാണ്. EV രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? സ്വാഭിമാന പ്രസ്ഥാനം. 1925 EV രാമസ്വാമി നായ്ക്കർ ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വാഭിമാന പ്രസ്ഥാനം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? വൈക്കം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം വൈക്കത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാന നായകന്മാരിലെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഏതൊക്കെയാണ്? മുക്കൂത്തി സമരവും അച്ചിപ്പുടവ സമരവും. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവുമാണ്. റാവു സാഹിബ്, ദാസർജി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യത്താൻ ഗോപാലൻ. റാവു സാഹിബ്, ദാസർജി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായ സ്ഥലം ഏതാണ്? കോഴിക്കോട്. 1898 കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിലെ ആദ്യ ശാഖ സ്ഥാപിതമായത്. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ, ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ്. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ, ദളിത് നവോത്ഥാനത്തിൻ്റെ കേരളത്തിലെ വിസ്മൃത നായകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ്. കേരളത്തിൽ ചുവരെഴുത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുറുമ്പൻ ദൈവത്താൻ. കേരളത്തിൽ ചുവരെഴുത്ത് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്
കുറുമ്പൻ ദൈവത്താനാണ്. കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1917. കുറുമ്പൻ ദൈവത്താൻ ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വർഷം 1917. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ച വ്യക്തി ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് TR കൃഷ്ണസ്വാമി അയ്യറാണ്. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന അകത്തേത്തറ ശബരി ആശ്രമം 1923 സ്ഥാപിച്ച ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്ന ആശ്രമം അകത്തേത്തറ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലുള്ള ശബരി ആശ്രമമാണ് കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്നത്. ഗാന്ധിജി 3 തവണയാണ് ഈ ആശ്രമം സന്ദർശിച്ചിട്ടുള്ളത്. അപ്പോൾ 1923 ശബരി ആശ്രമം സ്ഥാപിച്ച ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യറാണ്. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രം ഏതാണ്? യുവഭാരതം. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ മാതൃകയിൽ കൃഷ്ണസ്വാമി അയ്യർ ആരംഭിച്ച പത്രമാണ് യുവഭാരതം. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മിതവാദി C കൃഷ്ണൻ. യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മിതവാദി C കൃഷ്ണനാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ പത്രം ഏതാണ്? മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ നൽകിയ പത്രം മിതവാദി പത്രമാണ്. മൂർക്കോത്ത് കുമാരൻ്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച ആരാണ്? C കൃഷ്ണൻ. മൂർക്കോത്ത് കുമാരൻ്റെ മിതവാദി പത്രം പ്രസിദ്ധീകരണം നിലച്ചപ്പോൾ അത് വിലയ്ക്ക് വാങ്ങി കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് C കൃഷ്ണനാണ്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് സിംഹളസിംഹം എന്നിങ്ങനെ അറിയപ്പെട്ടത് C കേശവനാണ്. തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് സിംഹളസിംഹം എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് C കേശവനാണ്. C കേശവൻ്റെ ആത്മകഥയുടെ പേര് ജീവിത സമരം എന്നാണ്. ജീവിത സമരം C കേശവൻ്റെ ആത്മകഥയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു, ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗുരു, ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ്, തിരുവിതാംകൂറിൻ്റെ വന്ധ്യവയോധികൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേയൊരു മലയാളിയും ബാരിസ്റ്റർ GP പിള്ള തന്നെയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേയൊരു മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയതും ബാരിസ്റ്റർ GP പിള്ളയാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. അപ്പോൾ ഈ മലയാളി മെമ്മോറിയലിൻ്റെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും ബാരിസ്റ്റർ GP പിള്ളയാണ്. 1891 മലയാളി മെമ്മോറിയലിൻ്റെ രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. 1921 തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ച ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ചേരമർ മഹാസഭയുടെ മുഖപത്രം ഏതായിരുന്നു? സാധുജന ദൂതൻ. ചേരമർ മഹാസഭയുടെ മുഖപത്രമാണ് സാധുജന ദൂതൻ. കണ്ണൂർ ആസ്ഥാനമായി ജാതിനാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. 1933 കണ്ണൂർ ആസ്ഥാനമായി ജാതിനാശിനി സഭ സ്ഥാപിച്ച ആരാണ്? ആനന്ദ തീർത്ഥനാണ്. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥനാണ്. നാമകരണ വിപ്ലവം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ആനന്ദ തീർത്ഥൻ. ആഗമാനന്ദ സ്വാമി 1936 കാലടിയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്? ശ്രീരാമകൃഷ്ണ ആശ്രമം. ആഗമാനന്ദ സ്വാമി 1936 കാലടിയിൽ സ്ഥാപിച്ച ആശ്രമമാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം. ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതൊക്കെയാണ്? അമൃതവാണിയും പ്രബുദ്ധ കേരളവും. ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകളാണ് അമൃതവാണിയും പ്രബുദ്ധ കേരളവും. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആഗമാനന്ദ സ്വാമിയാണ്. കേരള വിവേകാനന്ദൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആരായിരുന്നു? ആഗമാനന്ദ സ്വാമിയാണ്.
ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. കാലടി ശ്രീ ശങ്കര സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആരാണ്? ആഗമാനന്ദ സ്വാമി. കാലടി ശ്രീ ശങ്കര സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനും ആഗമാനന്ദ സ്വാമിയാണ്. ആലപ്പുഴയിലെ മാവേലിക്കരയിൽ 1918 ശുഭാനന്ദ ആശ്രമം സ്ഥാപിച്ചത് സ്വാമി ശുഭാനന്ദ ഗുരുദേവനാണ്. ആലപ്പുഴയിലെ മാവേലിക്കരയിൽ 1918 ശുഭാനന്ദ ആശ്രമം സ്ഥാപിച്ച ആരാണ്? സ്വാമി ശുഭാനന്ദ ഗുരുദേവൻ. കിഴക്കിൻ്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടതാരാണ്? പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പൻ. കിഴക്കിൻ്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടത് പാലക്കുന്നത്ത് അബ്രഹാം മാൽപ്പനാണ്. എറണാകുളത്ത് നിന്നും അധകൃതൻ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ച ആരാണ്? KP വള്ളോൻ. എറണാകുളത്ത് നിന്നും അധകൃതൻ, ഹരിജൻ എന്നീ മാസികകൾ ആരംഭിച്ചത് KP വള്ളോനാണ്. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? KP വള്ളോൻ. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ KP വള്ളോനാണ്. യുക്തിവാദി എന്നറിയപ്പെടുന്ന ആരാണ്? MC ജോസഫ്. യുക്തിവാദി എന്നറിയപ്പെടുന്ന ആരാണ്? MC ജോസഫ്. മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ PK ചാത്തൻ മാസ്റ്ററാണ്. മാസ്റ്റർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭ അതായത് KPMSൻ്റെ സ്ഥാപകൻ PK ചാത്തൻ മാസ്റ്ററാണ്. കേരള പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? PK ചാത്തൻ മാസ്റ്റർ. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. കേരള പുലയ മഹാസഭയുടെ ആദ്യ ശാഖ സ്ഥാപിച്ച എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. കേരള പുലയ മഹാസഭയുടെ മുഖപത്രത്തിൻ്റെ പേരെന്താണ്? നയലേപം. കേരള പുലയ മഹാസഭയുടെ മുഖപത്രമാണ് നയലേപം. ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി ആരാണ്? PK ചാത്തൻ മാസ്റ്ററാണ്. ഒന്നാം കേരള മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി PK ചാത്തൻ മാസ്റ്ററാണ്. PK ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടംകുളം സമരം നടന്ന വർഷം ഏതാണ്? 1946. PK ചാത്തൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ കുട്ടംകുളം സമരം നടന്നത് 1946 വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്ന കുട്ടംകുളം സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടൽമാണിക്യ ക്ഷേത്രം, തൃശ്ശൂർ. വഴിനടക്കൽ സമരം എന്നറിയപ്പെടുന്ന കുട്ടംകുളം സമരം തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ബന്ധപ്പെട്ടതാണ്. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ചെറുകഥയായ വാസനാവികൃതിയുടെ കർത്താവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ ചെറുകഥയായ വാസനാവികൃതിയുടെ കർത്താവ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ്. തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ച ആരാണ്? കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. തൃശ്ശൂരിൽ നിന്നും ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? PN പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി PN പണിക്കറാണ്. കാൻഫെഡിൻ്റെ സ്ഥാപകൻ ആരാണ്? PN പണിക്കറാണ്. 1977 ജൂൺ 30 കാൻഫെഡ് സ്ഥാപിച്ചത് PN പണിക്കറാണ്. അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഏതാണ്? കാൻഫെഡ്. അനൗപചാരിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ് കാൻഫെഡ്. വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 ആരുടെ ചരമദിനമാണ്? PN പണിക്കരുടെ. വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ 19 PN പണിക്കരുടെ ചരമദിനമാണ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? മക്തി തങ്ങൾ. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മക്തി തങ്ങളാണ്. 1899 മുഹമ്മദീയ സഭ സ്ഥാപിച്ചതാരാണ്? മക്തി തങ്ങൾ. 1899 മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് മക്തി തങ്ങളാണ്. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി ഏതാണ്? കടോര കൂടാരം. മക്തി തങ്ങൾ രചിച്ച ആദ്യ കൃതി കടോര കൂടാരമാണ്. മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മലയാളം മാസികകൾ ഏതൊക്കെയാണ്? പരോപകാരി, സത്യപ്രകാശം. മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മലയാളം മാസികകൾ ഏതൊക്കെയാണ്? പരോപകാരിയും സത്യപ്രകാശവും. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോനാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? KP കേശവമേനോൻ. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ KP കേശവമേനോൻ ആരംഭിച്ച പത്രം ഏതാണ്? മാതൃഭൂമി.
ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിൻ്റെ മാതൃകയിൽ 1923 KP കേശവമേനോൻ ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി പത്രം. കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് KP കേശവമേനോനാണ്. കോഴിക്കോട് ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ തുടങ്ങിയത് KP കേശവമേനോനാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ രൂപീകരണത്തിൽ റാഷ് ബിഹാരി ഘോഷിനൊപ്പം പ്രവർത്തിച്ച വ്യക്തിയാരാണ്? KP കേശവമേനോൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ രൂപീകരണത്തിന് റാഷ് ബിഹാരി ഘോഷിനൊപ്പം പ്രവർത്തിച്ച വ്യക്തി KP കേശവമേനോനാണ്. യമനിൽ ജനിച്ച കേരളത്തിലെ ഒരേയൊരു നവോത്ഥാന നായകൻ ആരാണ്? മമ്പുറം തങ്ങൾ. യമനിൽ ജനിച്ച കേരളത്തിലെ ഒരേയൊരു നവോത്ഥാന നായകൻ മമ്പുറം തങ്ങളാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ബോധേശ്വരനാണ്. ജയ ജയ കോമള കേരള ധരണി എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാരാണ്? ബോധേശ്വരൻ. കേരളത്തിൻ്റെ വീരപുത്രൻ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. കേരളത്തിൻ്റെ വീരപുത്രൻ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന മലയാളി ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന മലയാളി മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. 1924 അൽ അമീൻ എന്ന പത്രം സ്ഥാപിച്ചതും മുഹമ്മദ് അബ്ദുറഹ്മാനാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ 1924 സ്ഥാപിച്ച പത്രം ഏതാണ്? അൽ അമീൻ. മുഹമ്മദ് അബ്ദുറഹ്മാനെക്കുറിച്ച് പുറത്തിറങ്ങിയൊരു മലയാള ചലച്ചിത്രമുണ്ട്, വീരപുത്രൻ. മുഹമ്മദ് അബ്ദുറഹ്മാനെക്കുറിച്ച് പുറത്തിറങ്ങിയ മലയാള സിനിമയാണ് വീരപുത്രൻ. വെങ്കട്ട്, സംഗീതകുമാരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചെമ്പകരാമൻ പിള്ളയാണ്. വെങ്കട്ട്, സംഗീതകുമാരി എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ചെമ്പകരാമൻ പിള്ളയാണ്. ചെമ്പകരാമൻ പിള്ള സൂറച്ചിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രമാണ് പ്രോ ഇന്ത്യ. ചെമ്പകരാമൻ പിള്ള സൂറച്ചിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? പ്രോ ഇന്ത്യ. 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് CV കുഞ്ഞിരാമനാണ്. 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ച ആരാണ്? CV കുഞ്ഞിരാമൻ. TN എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയതാരാണ്? CV കുഞ്ഞിരാമൻ. TN എന്ന തൂലികാനാമത്തിൽ ഹാസ്യലേഖനങ്ങൾ എഴുതിയത് CV കുഞ്ഞിരാമനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ വ്യക്തി ആരാണ്? മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ ആരായിരുന്നു? മൂർക്കോത്ത് കുമാരൻ. മിതവാദി പത്രത്തിൻ്റെ സ്ഥാപക എഡിറ്റർ മൂർക്കോത്ത് കുമാരനായിരുന്നു. മൂർക്കോത്ത് കുമാരൻ ഉപയോഗിച്ചിരുന്ന തൂലികാനാമം എന്താണ്? വജ്രസൂചി. മൂർക്കോത്ത് കുമാരൻ ഉപയോഗിച്ചിരുന്ന തൂലികാനാമമാണ് വജ്രസൂചി. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ്, സഖാവ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് P കൃഷ്ണപിള്ളയാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ, സഖാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ ആരാണ്? P കൃഷ്ണപിള്ള. ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. P കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ച സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കണ്ണാർകാട് എന്ന സ്ഥലത്ത് വെച്ചാണ്. ആലപ്പുഴ ജില്ലയിലെ കണ്ണാർകാട് എന്ന സ്ഥലത്ത് വെച്ചാണ് P കൃഷ്ണപിള്ള പാമ്പ് കടിയേറ്റ് മരിച്ചത്. തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന ആരാണ്? മനോന്മണിയം സുന്ദരം പിള്ള. തമിഴ് ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് മനോന്മണിയം സുന്ദരം പിള്ളയാണ്. സുന്ദരം പിള്ളയും തൈക്കാട് അയ്യയും ചേർന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചൊരു സഭയുണ്ട്. അതിൻ്റെ പേര് ശൈവ പ്രകാശ സഭ എന്നാണ്. ശൈവ പ്രകാശ സഭ ആരൊക്കെ ചേർന്നാണ് സ്ഥാപിച്ചത്? സുന്ദരം പിള്ളയും തൈക്കാട് അയ്യയും ചേർന്ന് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സഭയാണ് ശൈവ പ്രകാശ സഭ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. നമ്മൾ നേരത്തെ പഠിച്ചൊരു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്, അദ്ദേഹമല്ല, ഇത് വേറെ വ്യക്തിയാണ് വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ മലയാളി വക്കം അബ്ദുൽ ഖാദറാണ്. 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ യാചനായാത്ര നയിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ
1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ നടത്തിയ യാത്രയുടെ പേര് യാചനായാത്ര എന്നാണ്. ചേരമൻ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? സോളമൻ മാർക്കോസ്. ചേരമൻ ദൈവസഭയുടെ സ്ഥാപകൻ സോളമൻ മാർക്കോസ്. അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പുവാണ്. അഭിനവ ഭാരത് യുവക് സംഘം സ്ഥാപിച്ചവരാണ് AV കുഞ്ഞമ്പു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ്. കേരള ഗൗതമൻ എന്നറിയപ്പെടുന്ന ആരാണ്? കുരിശ്ശേരി ഗോപാലപിള്ള. കേരള ഗൗതമൻ എന്നറിയപ്പെടുന്നത് കുരിശ്ശേരി ഗോപാലപിള്ളയാണ്. PS ചെറിയാൻ, സുരേന്ദ്രൻ എന്നീ തൂലികാനാമങ്ങൾ ഉപയോഗിച്ചിരുന്ന വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ തൂലികാനാമങ്ങളായിരുന്നു PS ചെറിയാൻ, സുരേന്ദ്രൻ എന്നിവ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? CK കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ടത് CK കുമാരപ്പണിക്കരാണ്. മലയാളി സഭയുടെ സ്ഥാപകൻ ആരാണ്? C കൃഷ്ണപിള്ള. മലയാളി സഭയുടെ സ്ഥാപകൻ C കൃഷ്ണപിള്ളയാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ട ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. മലബാർ ഗോഖലെ എന്നറിയപ്പെടുന്നത് മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ച ആരാണ്? EMS നമ്പൂതിരിപ്പാട്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ, ഓപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായിക ആരാണ്? AV കുട്ടിമാളു അമ്മ. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ക്യാമ്പയിനർ, ഓപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായിക AV കുട്ടിമാളു അമ്മയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിന് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കയ്യിലേന്തി അറസ്റ്റ് വരിച്ച ധീരവനിത AV കുട്ടിമാളു അമ്മയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് 2 വർഷം ജയിൽവാസം അനുഭവിച്ച ധീരവനിത ആരാണ്? AV കുട്ടിമാളു അമ്മ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് 2 വർഷം ജയിൽവാസം അനുഭവിച്ച ധീരവനിത AV കുട്ടിമാളു അമ്മയാണ്. നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? അന്ന ചാണ്ടി. നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരാണ്? അന്ന ചാണ്ടി. ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? അന്ന ചാണ്ടി. ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്നത് അന്ന ചാണ്ടിയാണ്. അന്ന ചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. അന്ന ചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച നവോത്ഥാന നായിക ആരാണ്? ആര്യ പള്ളം. നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച നവോത്ഥാന നായിക ആര്യ പള്ളമാണ്. വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാരാണ്? ആര്യ പള്ളം. വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആര്യ പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ചത് ആര്യ പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്പൂതിരി സ്ത്രീകളുടെ ജാഥ നയിച്ച ആരാണ്? ആര്യ പള്ളം. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ആര്യ പള്ളമാണ്. കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യ പള്ളമാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? ആര്യ പള്ളവും പാർവതി നെന്മേനി മംഗലവും. VT ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മറക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയവർ ആര്യ പള്ളവും പാർവതി നെന്മേനി മംഗലവുമാണ്. അക്കമ്മ ചെറിയാൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ് അക്കമ്മ ചെറിയാൻ്റെ ജന്മസ്ഥലം. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ 1938 രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. കേരളത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക്, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്ന ആരാണ്? അക്കമ്മ ചെറിയാൻ. കേരളത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക്, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നിങ്ങനെ അറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്.
1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നിയമിക്കപ്പെട്ട വനിത ആരാണ്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നിയമിക്കപ്പെട്ട വനിത അക്കമ്മ ചെറിയാനാണ്. 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ച ആരാണ്? അക്കമ്മ ചെറിയാൻ. 1938 ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വെള്ളയമ്പലം, തിരുവനന്തപുരം. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ആരാണ്? ആനി മസ്ക്രീൻ. കേരളത്തിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്ക്രീനാണ്. കേരളത്തിൽ നിന്നും ലോക്സഭാ അംഗമായ ആദ്യ വനിത ആരാണ്? ആനി മസ്ക്രീൻ. കേരളത്തിൽ നിന്നും ലോക്സഭാ അംഗമായ ആദ്യ വനിത ആനി മസ്ക്രീനാണ്. ആനി മസ്ക്രീനിൻ്റെ വെങ്കല പ്രതിമ തിരുവനന്തപുരം വഴുതക്കാട് അനാച്ഛാദനം ചെയ്ത ആരാണ്? മുൻ ഉപരാഷ്ട്രപതിയായ ഹമീദ് അൻസാരി. ആനി മസ്ക്രീനിൻ്റെ വെങ്കല പ്രതിമ തിരുവനന്തപുരം വഴുതക്കാട് അനാച്ഛാദനം ചെയ്തത് ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയാണ്. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകം ഏതാണ്? പുനർജന്മം. വിധവാ വിവാഹം പ്രമേയമാക്കി ലളിതാംബിക അന്തർജനം രചിച്ച നാടകമാണ് പുനർജന്മം. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ ഏതാണ്? അഗ്നിസാക്ഷിയാണ്. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക നോവൽ അഗ്നിസാക്ഷിയാണ്. ആദ്യ വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. 1977 ലളിതാംബിക അന്തർജനത്തിന് ആദ്യത്തെ വയലാർ അവാർഡ് ലഭിക്കുന്നത്. കൃതി അഗ്നിസാക്ഷിയാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായി ആദ്യ വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത പാർവതി നെന്മേനിമംഗലമാണ്. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പാർവതി നെന്മേനിമംഗലമാണ്. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമയല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? പാർവതി നെന്മേനിമംഗലം. മംഗല്യസൂത്രത്തിൽ കെട്ടിയിടാൻ അങ്കനമാർ അടിമകളല്ല എന്ന മുദ്രാവാക്യം മുഴക്കിയത് പാർവതി നെന്മേനിമംഗലമാണ്. ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട വനിത ആരാണ്? പാർവതി നെന്മേനിമംഗലം. ഘോഷ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട വനിത പാർവതി നെന്മേനിമംഗലമാണ്. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. രാജ്യസഭാ അംഗമായ രണ്ടാമത്തെ മലയാളി വനിത ഭാരതി ഉദയഭാനുവാണ്. രാജ്യസഭാ അംഗമായ രണ്ടാമത്തെ മലയാളി വനിതയാണ് ഭാരതി ഉദയഭാനു. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ്. 1931 സ്ഥാപിതമായ മഹിളാ ദേശസേവികാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആരാണ്? മാർഗരറ്റ് പാവമണി. 1931 സ്ഥാപിതമായ മഹിളാ ദേശസേവികാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നത് മാർഗരറ്റ് പാവമണിയാണ്. മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിത ആരാണ്? അമ്മു സ്വാമിനാഥൻ. മദ്രാസിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ്. ഹരിജൻ വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയത് ആരാണ്? കൗമുദി ടീച്ചർ. ഹരിജൻ വെൽഫെയർ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഊരി നൽകിയത് കൗമുദി ടീച്ചറാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തക ആയിരുന്ന വനിത ആരാണ്? കെ ദേവയാനി. ആത്മവിദ്യാ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത കെ ദേവയാനിയാണ്. ആലപ്പുഴ ജില്ലയിലെ കളർകോട് പാടങ്ങളിൽ നടന്ന കാർഷിക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ ദേവയാനി. ആലപ്പുഴ ജില്ലയിലെ കളർകോട് പാടങ്ങളിൽ നടന്ന കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ ദേവയാനിയാണ്.
പുന്നപ്ര വയലാർ സമരത്തിൽ വനിതകളെ സംഘടിപ്പിച്ചത് ആരാണ്? കെ ദേവയാനി. പുന്നപ്ര വയലാർ സമരത്തിൽ വനിതകളെ സംഘടിപ്പിച്ചത് കെ ദേവയാനിയാണ്. കെ ദേവയാനിയുടെ ആത്മകഥയുടെ പേരെന്താണ്? ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. വാർധാ ആശ്രമത്തിൻ്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത് ആരാണ്? കൂത്താട്ടുകുളം മേരി. വാർധാ ആശ്രമത്തിൻ്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത് കൂത്താട്ടുകുളം മേരിയാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആണ്. കേരള ജെന്നി എന്നറിയപ്പെടുന്ന ആരാണ്? ബി കല്യാണിയമ്മ. കേരള ജെന്നി എന്നറിയപ്പെടുന്നത് ബി കല്യാണിയമ്മയാണ്. കേരള ചരിത്രത്തിൽ താലി കേസുമായി ബന്ധപ്പെട്ട വനിത ആരാണ്? ലളിതാബായി പ്രഭു. കേരള ചരിത്രത്തിൽ താലി കേസുമായി ബന്ധപ്പെട്ട വനിത ലളിതാബായി പ്രഭുവാണ്. കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മയാണ്. കേരളത്തിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മ. മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ഗ്രേസി ആരോൺ. മലബാറിലെ ദീനബന്ധു എന്നറിയപ്പെടുന്ന വനിത ഗ്രേസി ആരോൺ ആണ്. കണ്ടകൈ പുല്ലുപറി സമരം നയിച്ച വനിത ആരാണ്? പി കെ കുഞ്ഞാക്കമ്മ. കണ്ടകൈ പുല്ലുപറി സമരം നയിച്ച വനിത പി കെ കുഞ്ഞാക്കമ്മയാണ്. നവോത്ഥാന സംഘടനകളും സ്ഥാപകരും. SNDP യോഗം 1903 സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശൈവപ്രകാശ സഭ തൈക്കാട് അയ്യയാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1917 സഹോദര സംഘം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. CMI അമലോത്ഭവദാസ സംഘം തുടങ്ങിയവയൊക്കെ സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കേൽ യോഹനൻ 1909 സ്ഥാപിച്ചത്. പിന്നെ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, കേരള മുസ്ലിം ഐക്യ സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ എന്നിവ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തിരുവിതാംകൂർ ഈഴവ സഭ, മലബാർ ഇക്കണോമിക്സ് യൂണിയൻ, ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ തുടങ്ങിയവയൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ അസോസിയേഷൻ 1902 സ്ഥാപിച്ചത് TK മാധവനാണ്. നായർ സർവീസ് സൊസൈറ്റി 1914 സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്. കല്യാണദായിനി സഭയും ജ്ഞാനോദയ സഭയും സുധർമ്മ സൂര്യോദയ സഭ, അരയ വംശോധരണി സഭ, അരയ സമാജം, അഖില കേരള അരയ മഹാസഭ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചിൻ പുലയ മഹാസഭയും പണ്ഡിറ്റ് കറുപ്പനാണ് സ്ഥാപിച്ചത്. അദ്ദേഹം കൃഷ്ണാദി ആശാനുമായി ചേർന്നാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. സമസ്ത കേരള അരയ മഹാജന യോഗവും അരയ വംശ പരിപാലന യോഗവും അരയ സർവീസ് സൊസൈറ്റിയുമൊക്കെ സ്ഥാപിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ്. കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചത് C കൃഷ്ണനാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ 1921 സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. ചേരമൻ ദൈവസഭ സ്ഥാപിച്ചത് സോളമൻ മാർക്കോസാണ്. ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ്. കേരള പുലയ മഹാസഭ 1970 സ്ഥാപിച്ചത് PK ചാത്തൻ മാസ്റ്ററാണ്. അഭിനവ ഭാരത യുവക് സംഘം സ്ഥാപിച്ചത് AV കുഞ്ഞമ്പുവാണ്. ഇതോടുകൂടി നവോത്ഥാനത്തിൻ്റെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.